ഇപ്പോൾ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കാണുന്നു. Why am I here today? I am blessed with another case today. Yesterday night 11 o'clock വീണ്ടും ഒരു കേസ്. ഇന്നലെ രാവിലെ ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ കൊടുത്ത വിവരം അറിഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി 11 മണിക്ക് വീണ്ടും ഒരു കേസ് എന്നെ വീണ്ടും അനുഗ്രഹിച്ചിരിക്കുന്നു. I just have to say something very very clearly and short. ഇനി എത്ര കേസസ് ആണ് എനിക്ക് തരുന്നതെങ്കിലും കേരളം ഒട്ടാകെ എല്ലായിടത്തും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഓരോ കേസ് ചെയ്തോളൂ, നോ പ്രോബ്ലം. 164 സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കും, അത് ഞാൻ പിൻവലിക്കാൻ പോകുന്നില്ല. ദിസ് ഇസ് എ വെരി സ്ട്രോങ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ്. അതല്ല ഇതിൽ നിന്ന് ഞാൻ പിന്മാറണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. കൊന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇതെല്ലാം ഇവിടെ നിലയ്ക്കും. അതും ഒരു പക്ഷേ, ബിക്കോസ് ഐ ഹാവ് ഗിവൺ ഓൾ മൈ എവിഡൻസസ് ആൻഡ് എവറിഥിങ് ടു ഡിഫറെന്റ് പീപ്പിൾ. സോ എന്നെ കൊന്നുകൊണ്ട് മാത്രം തീരുന്നില്ല. പിന്നെ എന്നെ ജയിലിലിട്ട് അടിച്ച് കൊന്ന് നിർബന്ധമായി എന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, നമുക്ക് നോക്കാം. ഇന്ന് പുതിയ കേസ് പ്രകാരം എഴുതിയിരിക്കുന്നത് എന്റെ 164 സ്റ്റേറ്റ്മെന്റ് ഞാൻ കസ്റ്റംസിൽ കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ ഞാൻ DPMLA കോടതിയിൽ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റിൽ ഡിഫറൻസസ് ഉണ്ട്, അത് വ്യത്യാസമാണെന്ന്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഡോക്യുമെന്റ് ഒരു സീനിയർ പൊളിറ്റീഷ്യനായ ഈ CPM ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സീനിയർ പൊളിറ്റീഷ്യന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് വ്യത്യാസമുണ്ടെന്ന്? അപ്പൊ അതും ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പുള്ളിക്കാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററോ അതും എടുത്തിരിക്കുന്നു, അതും വായിച്ചിരിക്കുന്നു. അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് ഞാൻ നിങ്ങളോട് പലപ്പോഴായി പറയുന്നുണ്ട്, എന്റെ 164 മാറ്റമില്ല. ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ മൈ 164. പിന്നെ അടുത്ത കേസ് ഗൂഢാലോചന എന്ന് പറയുന്നത് ഷാജ് കിരണിന്റെ ടെലിഫോണിക് കോൺവെർസേഷൻസ്. ഈ ഷാജ് കിരണിന്റെ ടെലിഫോണിക് കോൺവെർസേഷൻസിൽ ഞാൻ അതിനെ ടാമ്പർ ചെയ്തു, മാനിപ്പുലേറ്റ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് നമ്മൾ ആ കംപ്ലൈന്റിന്റെ കോപ്പിയോ സ്റ്റേറ്റ്മെന്റ് എന്തോ മൈ ലോയർ വിൽ എക്സ്പ്ലെയിൻ ആൻഡ് ഹി വിൽ ഗിവ് യു എ കോപ്പി ഓഫ് ഇറ്റ്. ബട്ട് ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഞാനും ഷാജ് കിരണും സരിത്തും കൂടി എന്റെ ഓഫീസിന്റെ അകത്ത് ഇരുന്നുണ്ടായ കോൺവെർസേഷൻസിൽ ഏതൊക്കെ റീഅറേഞ്ച് ചെയ്തു, ഏതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു, ഏതൊക്കെ മോഡിഫൈ ചെയ്തു എന്ന് ഈ സീനിയർ പൊളിറ്റീഷ്യൻ എങ്ങനെ അറിയും? ഹൗ കെൻ he say that I edited it? I destroyed the original voice. That means he is strongly connected. Honorable Chief Minister is strongly connected with Shaj Kiran. They sent Shaj Kiran to my office, and because of which now they have registered another conspiracy case on me. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഗൂഢാലോചന ഞാനാണോ നടത്തിയത്, അതോ ഗൂഢാലോചന ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും ഈ പൊളിറ്റിക്കൽ പാർട്ടിയും ഷാജ് കിരണിനെ ഉപയോഗിച്ചുകൊണ്ടാണോ ചെയ്തത്? ഇതെല്ലാം തെളിയുന്നില്ലേ ഓരോന്നായിട്ട്? ഇവര് തന്നെയാണ് തെളിയിക്കുന്നത്, ഞാനല്ല. ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്നത് ആരാണ്? ഇവരൊക്കെ തന്നെ. പിന്നെ വൺ മോർ തിങ് ഐ നീഡ് ടു സേ, ഇതുപോലെ തന്നെ വേറൊരു കള്ളവും ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വിവാദ വനിതയെ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ജയിലിൽ കിടന്ന സമയത്ത്. ഞാനും ഹോണറബിൾ ചീഫ് മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ആയിട്ട് ഇരുന്ന് ക്ലിഫ് ഹൗസിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി ഇപ്പൊ മറന്നുപോയെങ്കിൽ അവസരം വരുന്ന അനുസരിച്ച് നിങ്ങളെ വഴി ഞാൻ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിനെയും ഫാമിലിയെയും ഓർമ്മിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.